ഞാനൊരു ഫിലിം ഫെസ്റ്റിവൽ സ്പാൻഡ് ആക്ടറാണ് അല്ലെങ്കിൽ റൈറ്ററാണ്. ഇവിടെ കണ്ട കഴിഞ്ഞ ഒരു 9-10 വർഷങ്ങളായി ഞാൻ കണ്ട സിനിമകളാണ് എൻ്റെ റോ മെറ്റീരിയൽ. അത് ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ സ്വാധീനം എന്ന തരത്തിൽ മാത്രമല്ല, അബോധത്തിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നത് പണ്ട് ഈ ഫിലിം ഫെസ്റ്റിവലിൽ കണ്ട സിനിമകൾ തന്നെയാണ്. പല രാജ്യങ്ങളിൽ പിന്നീട് നമ്മൾ DVD-യിലേക്കും അതല്ലെങ്കിൽ ഭീമാപ്പള്ളിയിലെ DVD ശേഖരത്തിലേക്കൊക്കെ സിനിമാക്കാർ മാറുമ്പോൾ പകരം ഒരു ഫെസ്റ്റിവലിലേക്ക് വരാൻ പറ്റാത്തതിൻ്റെയൊക്കെ അല്ലെങ്കിൽ ഷൂട്ടിംഗ് ഉണ്ടാവും. അങ്ങനെ സമയത്ത് ഞങ്ങൾ ഈ സിനിമകൾ പിന്നെ കാണുമ്പോൾ ഇപ്പോൾ കീസ്ലോവ്സ്കിയോ അല്ലെങ്കിൽ പോളൻസ്കിനെയോ ഒക്കെ നമ്മൾ ഒരു DVD ലെവലിൽ കാണുമ്പോൾ ഒരു ഫെസ്റ്റിവലിൽ ഇത് കാണുന്നതിൻ്റെ വാംത്തും അതിൻ്റെ ഒരു ഇൻസ്റ്റിഗേഷനും ഒരിക്കലും കിട്ടാറില്ല. അത് ഫിലിം ഫെസ്റ്റിവലുകളിൽ മാത്രം കിട്ടുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് എനിക്ക് ഇത്തവണ ഈ ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിലും ഒരു ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് വേണമെന്നുണ്ട് എനിക്ക് ഇവിടെ വരണമെന്ന്. എനിക്ക് ഫ്രീ ആയിട്ട് ഡെലിഗേറ്റ് പാസ് കിട്ടിയെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ. പണ്ടൊക്കെ ഭയങ്കര അടികൂടി എടുത്തിട്ടുണ്ട് ഈ ഡെലിഗേറ്റ് പാസ്. മെയിൻ ചേച്ചിയൊക്കെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് അന്നൊരു ഡെലിഗേറ്റ് പാസ് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം സിനിമയുമായി അങ്ങനെ യാതൊരു ബന്ധമില്ലാത്ത ഒരു കുടുംബത്തിൽ നിന്നും പശ്ചാത്തലത്തിൽ നിന്നും വരുന്ന എനിക്ക് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ഈ ഫെസ്റ്റിവൽ ഇതിനകത്തേക്ക് ഞാൻ ഇന്ന് കയറി വന്നപ്പോൾ തന്നെ ഒരു ഡെലൂജ് ഓഫ് മെമ്മറീസ് വിച്ച് കെയിം ഇൻ. അത് ഇന്ന് ഞാനിങ്ങനെ ഒരു ആക്ടർ അല്ലെങ്കിൽ റൈറ്ററായി നിൽക്കുമ്പോൾ ഞാൻ പറയുന്നത് ഇന്നിവിടെ ഡെലിഗേറ്റ്സായി വരുന്ന ഈ 7000 പേരിൽ മലയാള സിനിമയുടെ വരാനിരിക്കുന്ന ഒരുപാട് നടന്മാരും ഒരുപാട് റൈറ്റേഴ്സും ഒരുപാട് ഡയറക്ടേഴ്സും അവരിലുണ്ട്. അത് ഇവരിൽ നിന്ന് തന്നെയാണ് വരുന്നത്. കാരണം ഇത് എസ്കേപ്പ് ചെയ്ത് ഈ ട്രിവാൻഡ്രത്തെ ഫിലിം ഫെസ്റ്റിവൽ എസ്കേപ്പ് ചെയ്ത ഒരു സിനിമാക്കാരനും ഇന്ന് ഇവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ മലയാള സിനിമയെ വാർത്തെടുക്കുന്നതിൽ ഒരു പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ ഒരു 10 ദിവസത്തെ കളരിയാണെങ്കിൽ പോലും ഈ ഫെസ്റ്റിവൽ വർദ്ധിച്ചിട്ടുണ്ട്. അന്നും ബിനിചേച്ചി ഇതുപോലെ തന്നെയാണ്. ഷീസ് ഏജ്ലെസ് almost except for some silver gray hairs which goes well with it. ചേച്ചി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറഞ്ഞത് not in terms of age not in terms of quality. Anyway, thank you so much. സന്ദീപ് വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. സന്ദീപിനും പ്രത്യേക നന്ദി. എല്ലാവരും അറിയാവുന്നവരാണ്, സോ അങ്ങനത്തെ ഒരു ഫോർമാലിറ്റിയുടെ കാര്യമില്ല. താങ്ക് യു സോ മച്ച്. എനിക്ക് ഈ ഫിലിം ഫെസ്റ്റിവൽ പങ്കെടുക്കണമെന്നുണ്ട്. ഈ പാസ് വെച്ച് അതിനകത്ത് കയറാൻ പറ്റുമെങ്കിൽ തീർച്ചയായും ഞാനുണ്ടാവും. താങ്ക് യു സോ മച്ച്.